ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന പേപ്പറിലെ 4th മൊഡ്യൂളിലെ ടോപ്പിക്കാണ്. കഴിഞ്ഞ വീഡിയോ ലെക്ചേഴ്സിൽ മെൻഷൻ ചെയ്തതുപോലെ 4th മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് 7 ടോപ്പിക്സ് ആണ് വരുന്നത്. അതിലെ ഇമ്പാക്ട് ഓഫ് പൊല്യൂട്ടൻസ്, ടൈപ്സ്, ഗ്ലോബൽ ആൻഡ് ലോക്കൽ പൊല്യൂട്ടൻസ്, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ഈ 3 ടോപ്പിക്സും നമ്മൾ ഈ മൊഡ്യൂളിന്റെ കഴിഞ്ഞ വീഡിയോ ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്തു. ദെൻ ക്ലൈമറ്റ് ചേഞ്ച്, ഡിഫോറസ്റ്റേഷൻ, ലാൻഡ് ഡിഗ്രഡേഷൻ, ഈ 3 ടോപ്പിക്സും 3rd മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ 4th മൊഡ്യൂളിൽ ഇനി നമുക്ക് പെൻഡിങ് ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പാക്ട് ഓഫ് ഡെവലപ്മെന്റ് ഓൺ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ്. സോ ഇന്ന് നമ്മൾ ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇമ്പാക്ട് ഓഫ് ഡെവലപ്മെന്റ് ഓൺ വൈൽഡ് ലൈഫ്. നമ്മുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് വൈൽഡ് ലൈഫിനെ എഫക്ട് ചെയ്യുന്നത് എന്നാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനു മുന്നേ ഈ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ അത് ബെനിഫിഷ്യൽ ഇമ്പാക്റ്റും ആകാം, അഡ്വേഴ്സ് ഇമ്പാക്റ്റും ആകാം. അതായത് ബെനിഫിഷ്യൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്, അതായത് ഡെവലപ്മെന്റ് കാരണം നമ്മുടെ വൈൽഡ് ലൈഫിന് എന്തെങ്കിലും പോസിറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ ബെനിഫിഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുന്നത്. അഡ്വേഴ്സ് ഇമ്പാക്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റിനെയാണ്. അതായത് നമ്മുടെ ഡെവലപ്മെന്റ് നമ്മുടെ വൈൽഡ് ലൈഫിനെ നശിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ അഡ്വേഴ്സ് ഇമ്പാക്ട് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡെവലപ്മെന്റ് നമ്മുടെ വൈൽഡ് ലൈഫിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്ന പോയിന്റ്സ് ആണ്. സോ ഫസ്റ്റ് പോയിന്റ്, കൺസ്ട്രക്ഷൻ ഇഫക്ട് വൈൽഡ് ലൈഫ്. എങ്ങനെയാണ് നമ്മുടെ വൈൽഡ് ലൈഫിനെ കൺസ്ട്രക്ഷൻ ഇഫക്ട് ചെയ്യുന്നത് എന്നാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം നമ്മുടെ വേൾഡിലെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഹ്യൂമൻ ബീങ്സിന് താമസിക്കാനായിട്ട് ഒരുപാട് സ്ഥലം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഏരിയ അക്വയർ ചെയ്യേണ്ട കാരണത്താൽ പലപ്പോഴും നമ്മൾ ഫോറസ്റ്റ് ഏരിയാസ് ആണ് വെട്ടി നശിപ്പിക്കുന്നത്. ഫോറസ്റ്റ് ഏരിയ നശിപ്പിച്ചിട്ടാണ് നമ്മൾ അവിടെ എല്ലാം ബിൽഡിങ്സ് കെട്ടിപ്പൊക്കുന്നത്. അപ്പൊ ഇതുവഴി നമ്മുടെ വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ ഫോറസ്റ്റിൽ ജീവിക്കുന്ന പല സ്പീഷീസിനും വംശനാശം സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ അവരുടെ റിയൽ ഹാബിറ്റേറ്റ് നശിക്കുകയാണ്. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സഫർ direct impact resulting in the reduction or complete loss of habitat present. So വൈൽഡ് ലൈഫിൽ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയാസിൽ ജീവിക്കുന്ന സ്പീഷീസിന്റെ ഹാബിറ്റേറ്റിനെ തന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി എഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് അതിന്റെ ഡൈവേഴ്സിറ്റിയെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നെഗറ്റീവ് എഫക്ട് ഉണ്ടാക്കുന്നുണ്ട്. The next point, suffer a reduction in ecological quality so that the site is no longer able to support the migration, dispersal or genetic exchange of wild species. നമ്മളിങ്ങനെ ഫോറസ്റ്റ് ഏരിയാസിനെ നശിപ്പിച്ചിട്ട് അവിടെ ഫുൾ ബിൽഡിങ്സ് ഒക്കെ വെച്ച് കെട്ടുമ്പോൾ ഈ വൈൽഡ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയാസിൽ ജീവിക്കുന്ന പല വൈൽഡ് സ്പീഷീസിന്റെയും ഡിസ്പേഴ്സൽ അല്ലെങ്കിൽ മൈഗ്രേഷൻ റെസ്ട്രിക്ട് ചെയ്യാണ്. അവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പോലും നമ്മുടെ ഈ പലപ്പോഴും ഈ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അലൗ ചെയ്യണം എന്ന് ഇല്ല. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നമ്മുടെ വൈൽഡ് ലൈഫിനെ വളരെ അഡ്വേഴ്സ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് കോസ് ചെയ്യുന്നത്. The next point, human activities affect wildlife. എങ്ങനെയാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് വൈൽഡ് ലൈഫിനെ എഫക്ട് ചെയ്യുന്നതെന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. The loss of wetlands, plains, lakes, and other natural environments all destroy or degrade habitat by human activities such as introducing invasive species, polluting, trading in wildlife, and engaging in wars. അപ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ പല കാരണങ്ങളാൽ നമ്മുടെ വൈൽഡ് ലൈഫ് ഡിസ്ട്രോയ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. വൈൽഡ് ലൈഫ് എന്ന് മാത്രമല്ല, വെറ്റ്ലാൻഡ്സ്, പ്ലെയിൻസ്, ലേക്സ് ഒക്കെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം ഡിസ്ട്രോയ് ആവുന്നുണ്ട്. അതായത് നമ്മൾ പല ഇൻവേസീവ് ആയിട്ടുള്ള സ്പീഷീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ ഡ്യൂ ടു ഹ്യൂമൻ ഇൻവോൾവ് പൊല്യൂഷൻ, അല്ലെങ്കിൽ വൈൽഡ് ലൈഫിനെ ട്രേഡ് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ വാർസ് ഒക്കെ കാരണം
പലപ്പോഴും നമ്മുടെ വൈൽഡ് ലൈഫ് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് കാരണവും ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണവും നമ്മൾ വൈൽഡ് ലൈഫിനെ വളരെ അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. The next impact of development on wildlife is population growth. അപ്പോൾ തൊട്ടു മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ കൺട്രി പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് മോർ ആൻഡ് മോർ ഏരിയ അക്വയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഫോർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, ഫോർ സ്റ്റാർട്ടിംഗ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് നമ്മൾ മോർ ആൻഡ് മോർ ലാൻഡ് ഏരിയ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫോറസ്റ്റ് ഏരിയാസ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത് അവിടെ പല കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ പോപ്പുലേഷൻ ഗ്രോത്ത് നമ്മുടെ വൈൽഡ് ഹാബിറ്റേറ്റിനെ റെഡ്യൂസ് ചെയ്യാണ്. So more people results in more development, which equals changes or reduction in habitat for wildlife. അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ വൈൽഡ് ലൈഫിന്റെ ഹാബിറ്റേറ്റിനെ അത് സീരിയസ്ലി എഫക്ട് ചെയ്യുന്നു. The next point, wildlife numbers are reduced and many of those that survive are wandering into urbanized area. നമ്മുടെ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നത് വഴി നമ്മുടെ വൈൽഡ് ലൈഫിലെ ഹാബിറ്റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വൈൽഡ് ലൈഫിന്റെ ഹാബിറ്റേറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ പല വൈൽഡ് സ്പീഷീസും ഡിസ്റ്റിങ്ക്ട് ആവുന്നുണ്ട്. ഇനി സർവൈവ് ചെയ്യുന്ന സ്പീഷീസ് തന്നെ പലപ്പോഴും അർബണൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അപ്പം മെയിൻ ആയിട്ട് നമ്മുടെ വൈൽഡ് ലൈഫിന്റെ ഹാബിറ്റേറ്റിന്റെ പോപ്പുലേഷൻ ഗ്രോത്ത് സീരിയസ്ലി എഫക്ട് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ്, അഗ്രികൾച്ചറൽ ഇഫക്ട് വൈൽഡ് ലൈഫ്. പോപ്പുലേഷന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഫുഡിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ ഫുഡിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മോർ ആൻഡ് മോർ അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് അഗ്രികൾച്ചറൽ ഫീൽഡ്സ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ആ എക്സ്പാൻഡ് ചെയ്യുന്നത് പലപ്പോഴും ഫോറസ്റ്റ് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് ആയിരിക്കും. അപ്പൊ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് നമ്മുടെ വൈൽഡ് ലൈഫ് ഹാബിറ്റേറ്റിനെ സീരിയസ്ലി എഫക്ട് ചെയ്യുന്നുണ്ട്. Surveys of farmland wildlife have identified serious declines in the population and ranges of birds and declines in populations of mammals and insects, etc. So, നമ്മൾ പലപ്പോഴും ഫോറസ്റ്റ് ഏരിയയെ അഗ്രികൾച്ചറൽ ഫീൽഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഫോറസ്റ്റ് ഏരിയയിൽ ഉണ്ടായിരുന്ന ഹാബിറ്റേറ്റ് അല്ലെങ്കിൽ സ്പീഷീസിന്റെ പലപ്പോഴും ഡിസ്റ്റിങ്ക്ട് ആവുകയാണ്, അല്ലെങ്കിൽ ആ സ്പീഷീസിന്റെ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യാണ്. Changes in arable farming practices have been identified as important factors in the decline of wildlife. അതായത് നമുക്ക് പല ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും സോയിലിന്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്നത് വഴി പലപ്പോഴും വൈൽഡ് ലൈഫിന്റെ ഡിക്ലൈൻ അല്ലെങ്കിൽ വൈൽഡ് ലൈഫിന്റെ ഡിസ്ട്രക്ഷന് കാരണം ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതൽ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് സോയിൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുമ്പോൾ പലപ്പോഴും അത് നമ്മുടെ വൈൽഡ് ലൈഫിലെ പല സ്പീഷീസിന്റെയും ഡിസ്റ്റിങ്ഷന് കാരണം ആകും. ഓക്കെ, സോ ദീസ് ആർ ദി 4 impact of development on wildlife. So today's last topic is impact of development on vegetation. നമ്മുടെ എർത്ത് സർഫസിലെ വെജിറ്റേഷനെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുന്നത് എന്നാണ് പറയാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ്, ഹ്യൂമൻ ആക്ടിവിറ്റീസ്. സോ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ വെജിറ്റേഷൻ കവറിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. നമ്മുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് കൂടുന്നുണ്ട്, ഫാക്ടറീസ് കൂടുതലായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുവഴി നമ്മുടെ എർത്ത് സർഫസിലെ വെജിറ്റേഷനെ അഡ്വേഴ്സ് ആയിട്ട് ഇഫക്ട് ചെയ്യും. ഫസ്റ്റ് പോയിന്റ്, വെജിറ്റേഷൻ കവർ ഇസ് ഓൾസോ സിഗ്നിഫിക്കന്റ്ലി ഇമ്പാക്റ്റഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എർത്ത് സർഫസിലെ വെജിറ്റേഷൻ കവറിനെ പലപ്പോഴും ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം വെജിറ്റേഷൻ കവർ ഡീഗ്രേഡ് ചെയ്യും. The expansion of farmland and built-up areas and excessive deforestation has caused land degradation and soil erosion and consequently degraded the vegetation cover. അപ്പോൾ നമ്മൾ പലപ്പോഴും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന്
farmland expand ചെയ്യോ ബിൽഡപ്പ് ഏരിയാസ് ക്രിയേറ്റ് ചെയ്യോ അല്ലെങ്കിൽ എക്സസീവ് ആയിട്ട് ഡിഫോറസ്റ്റേഷൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലാൻഡ് ഡിഗ്രഡേഷൻ അല്ലെങ്കിൽ സോയിൽ പൊല്യൂഷൻ ഉണ്ടാകാം, സോയിൽ ഇറോഷൻ ഉണ്ടാകാം, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകാം, ലാൻഡ് സ്ലൈഡ്സ് കോസ് ചെയ്യാം, ആൻഡ് ഓൾസോ നമ്മുടെ വെജിറ്റേഷൻ കവറിനെ റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യാം. പലപ്പോഴും ഹ്യൂമൻ ആക്ടിവിറ്റീസ് നമ്മുടെ എർത്ത് സർഫസിലെ വെജിറ്റേഷൻ കവറിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് ആണ് ഡെവലപ്മെന്റ് ഓൺ വെജിറ്റേഷനിൽ, ഇമ്പാക്ട് ഓഫ് ഡെവലപ്മെന്റ് ഓൺ വെജിറ്റേഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത രണ്ട് ടോപ്പിക്സ് ആണ് ഇമ്പാക്ട് ഓഫ് ഡെവലപ്മെന്റ് ഓൺ വൈൽഡ് ലൈഫ് ആൻഡ് വെജിറ്റേഷൻ. സോ ഈ രണ്ട് ടോപ്പിക്സും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതോടെ 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. താങ്ക് യു.